തങ്കമ്മേ, നീ ഇങ്ങനെ ആഞ്ഞാഞ്ഞിരിച്ച് നിന്റെ ആരോഗ്യം കളയരുത് കേട്ടാ. അങ്ങനെയൊന്നും നശിക്കുന്ന ആരോഗ്യമല്ല. ഞാൻ കുറെ ഇടി ഇടിച്ചതാ. അത് പിന്നെ നിന്നെ കണ്ടോയാണ് ഇവിടെ. എന്റെ അച്ഛനും ചായക്കത്തോട് മാറുന്നു. നിങ്ങൾ അങ്ങോട്ട് മാറില്ല. ഞാൻ എങ്ങാട് മാറാനാണ് നീ പറയണത്. എന്റെ തങ്കമ്മേ, നീ ഇങ്ങനെ ഇടിച്ചിടിച്ച് വേർക്കണ കാണുമ്പോ എന്റെ ചങ്കാണ് തകരണ കേട്ടാ. അയ്യ, എന്തൊരു സ്നേഹം. എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ്. പക്ഷെ നിനക്ക് നാട്ടുകാരോടാണല്ലോ സ്നേഹം. അങ്ങോട്ട് മാറി നിൽക്ക്. ഇതൊന്നും ഇരിക്കട്ടെ. ഇങ്ങനെ നാട് ഞാൻ കൂടി സഹായിച്ച് തരാൻ മതി. നടുവെടുക്കാൻ വയ്യാത്ത നിങ്ങളെ പറ സഹായിക്കുന്നത്. മാറി നിൽക്ക്. മുഖത്തെ അവിടെ ഇവിടെ കണ്ടാല് രോമം നരച്ചു പോയെന്ന് വെച്ചേ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. തങ്കം, ആരോഗ്യം കൂടിയിട്ടായിരിക്കും ആദ്യത്തെ അവള് കളഞ്ഞേച്ചു പോയത്. അവളെ ഞാൻ ഉപേക്ഷിച്ചതല്ലടി, അവൾ എന്നെയാണ് കളഞ്ഞേച്ചും പോയത്. ഏതായാലും വയ്യാത്ത കാലത്ത് നമുക്കായി വെച്ചിരുന്നല്ലോ. ആ, നീ എന്നെ ഈ നിലയിലെ കത്തി എടുത്തു കളഞ്ഞില്ലേ? ഇടിച്ചോ ഇടിച്ചോ. അയ്യോ അയ്യോ, എന്ത് പറ്റി? വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സ്വസ്ഥതയും ഇല്ല. വാസന്തി ധൈര്യമായിരിക്കും. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തതാണ്. ശാന്തിയുടെ ചേട്ടനും എന്റെ അച്ഛനും തമ്മിൽ കടുത്ത ശത്രുതയിൽ കഴിയും. നമ്മൾ തമ്മിൽ ശത്രുത ഒന്നുമില്ലല്ലോ. അതല്ലേ ഇങ്ങോട്ട് ധൈര്യമായിട്ട് വന്നത്. ഇങ്ങോട്ട് വന്നത് അച്ഛൻ അറിഞ്ഞു? അച്ഛൻ രാമുവേട്ടന് ജാമ്യം അനുവദിക്കാതിരിക്കാൻ ഓടി നടക്കുകയല്ലേ. എന്റെ ചേട്ടൻ നിരപരാധിയാണ് വസന്തി. അനീതികളെ എതിർക്കുമെന്നല്ലാതെ ഒരു ഉറുമ്പൻ പോലും കൊല്ലാനുള്ള മനക്കെട്ടി എന്റെ ചേട്ടനില്ല. അതെനിക്കറിയാം ശാന്തി. എല്ലാം കാലക്കേടായിരിക്കും. ഞാൻ വന്നത് ഒരു പ്രധാനമായ കാര്യത്തെപ്പറ്റി പറയാനാണ്. എന്താണ്? ഒരു കുളം വെട്ട് സംബന്ധപ്പെട്ട ഫയൽ ഓഫീസിലുണ്ട്. കുളം വെട്ടിക്കാതെ ആ പണം മുഴുവൻ എഴുതിയെടുത്തതല്ലേ? ആ ഫയൽ നമുക്ക് വിജിലൻസുകാർക്ക് അയച്ചു കൊടുക്കണം. ഒരച്ഛനെതിരായി ഒരു മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അച്ഛൻ കാട്ടുന്ന അഴിമതികൾ എന്തൊക്കെയാണെന്ന് ശാന്തിക്ക് അറിയില്ല. ഓഫീസിൽ അദ്ദേഹം ഇടപെട്ട് നടത്തുന്ന അഴിമതികൾ അതിലും ഭയങ്കരമാണ്. എക്സിക്യൂട്ടീവ് പവറുള്ള ഒരു ഓഫീസർ അവിടെ ഇല്ലേ? പാവം മനുഷ്യൻ. അയാൾ വാസന്തിയുടെ അച്ഛനെ ഭയന്ന് കഴിയുന്നു. ഏതായാലും ശാന്തി ആ ഫയലിങ് തരണം. വാസന്തി, ഞാൻ ആ ഫയൽ എത്തിക്കേണ്ട ഇടത്ത് എത്തിച്ചു കഴിഞ്ഞിട്ട് ദിവസങ്ങളായി. എത്തിച്ചു കഴിഞ്ഞു? കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. തനിക്ക് ഭ്രാന്തുണ്ടോ? താനെന്തിനാ കുളം വെട്ടിന്റെ ഫയൽ അവളെ ഏൽപ്പിച്ചത്? നോ വറീസ്. ഷീ ഈസ് എ സിൻസിയർ ഗേൾ, വെരി ബ്യൂട്ടിഫുൾ, വെരി സ്വീറ്റ്, ഗുഡ് ഫിഗർ. ഞാൻ എല്ലാ സീക്രട്ട് ഫയലുകളെയും അവളെ ഏൽപ്പിച്ചു. നോൺസെൻസ്. എടോ, അവൾ നമ്മുടെ ശത്രുവിന്റെ സഹോദരൻ എന്നുള്ള വിവരം താൻ മറന്നുപോയോ? ബട്ട് ഷീ ഈസ് മൈ സ്വീറ്റ് ഹാർട്ട്. കാമുകി. ഞാൻ അവളെ ഫുഡ് മുതൽ ഹെഡ് വരെ സ്നേഹിക്കുന്നു. അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് സാർ. എത്ര ടൈംസ് വേണമെങ്കിലും അവൾക്ക് വേണ്ടി ഞാൻ ഡൈ ചെയ്യും. ഇങ്ങനെ ഒരു ജീവിയുണ്ട്. പെണ്ണെന്ന് കേട്ടാൽ മതി, എന്തും ചെയ്യും. അതാണല്ലോ നമ്മുടെ ഈ പുരുഷന്മാരുടെ ഒരു വീക്ക്നെസ്. തന്റെ ഒരു വീക്ക്നെസ്. എടോ, അവൾ എന്തെല്ലാം കുഴപ്പം കാണിക്കും തനിക്കറിയാമോ? ഒന്നും ചെയ്യാനില്ല. നമ്മുടെ വൈഫ് ഡൈവേഴ്സ് കൊടുത്തതും ഉടനെ ഞാൻ ശാന്തി അമ്മയെ ഫിക്സ് ചെയ്യും. We will have a happy married life with plenty of children. ദീർഘമായ ദാമ്പത്യം, ധാരാളം കുട്ടികൾ. ഇത് കേട്ടാ തോന്നുന്നല്ലോ അവളങ്ങ് സമ്മതിച്ചു. I love her. ഞാൻ അവളെ സ്നേഹിക്കുന്നു. 50% ഓക്കെ. ഇനി അവളെ അടുപ്പിക്കണം. അത് വെരി ഈസി. 30% ആയി. only 20% മോർ. അത് ഉടനെ നടക്കും. നിർത്തണം. എടോ, തന്റെ റൊമാൻസുള്ള കാര്യമല്ല ഇത്. ആ ഫയലല്ലേ ഉടനെ എനിക്ക് ഇവിടെ വേണം. വാട്ട് ഓഫ് ദാറ്റ്? എത്തിക്കാമല്ലോ. അത് ഞാൻ ഏറ്റിരിക്കുന്നു. അതൊരു വലിയ കാര്യം. ഈ പെൺകോന്തൻ എല്ലാം നശിപ്പിക്കുന്ന തോന്നുന്നത്. അങ്ങനെ പറയരുത് സർ. ഞാനൊരു ലവർ. അത് കുറ്റവും. എടോ, ലവ് ഒക്കെ തന്നെ സ്വന്തം കാര്യം. ആ ഫയലും കൊണ്ടല്ലാതെ മേലാലിവിടെ വന്നു പോരുത് പറഞ്ഞേക്കാം. എത്തിക്കാം സാർ. ഞാൻ അത് ഏറ്റിരിക്കുന്നു. സാർ എന്തിനാ കോവി? വേഗം പോയി കൊണ്ടുപോകൂ. കൊണ്ടുവരാം. പിന്നെ വരട്ടുവാ. നാശം പിടിച്ചവൻ. ആ ഫയലിലെ കാര്യങ്ങൾ വെളിയിലായാൽ അയാൾ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞത്? അത് ശരി, പക്ഷെ എന്റെ കോപ്പി എടുത്തിട്ടാ കൊണ്ടുവരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഓഫീസേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിലല്ലേ, ആരെന്ത് ചെയ്യാൻ? എന്നാലും നമ്മൾ സൂക്ഷിക്കണം ദാസപ്പ. ആരും ഒരു ചുക്കും ചെയ്യാനില്ല. ചെയ്യാൻ ശ്രമിച്ചവനൊക്കെ അനുഭവിക്കുന്നുമുണ്ട്. അല്ല, ഏതായാലും തോൽക്കാൻ ഞാനൊരു തീരുമാനിച്ചിട്ടുമില്ല. വാ, നമുക്ക് ഔട്ട് ഹൗസിലോട്ട് പോവാം. അയാൾ ഈ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അയാൾക്ക് കുറെ സ്വാധീനമുണ്ട് ഇവിടെ. അയാൾക്ക് സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞേ ഈ നാട്ടിൽ പൊതുവഴി വേണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എത്ര കാലമായി ശ്രമിക്കുന്നതാണ്. ഏതായാലും രാമു കൂടെ ഒന്ന് വന്നോട്ടെ. ശരിയാണ്, രാമു കൂടെ വന്നെങ്കിലേ നടക്കും. പ്രസിഡന്റിന്റെ പ്രേടത്തിൽ കൂടി വഴിവെട്ടുന്നതിന്റെ കാല് വെട്ടുമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത്. ആരുടെ കാലിന്റെ നീളം കുറയുമെന്ന് നമുക്ക് കണ്ടറിയാം. രാമുവിന് ജാമ്യം കിട്ടുമോ വാസു? നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിരിവിന് ചെന്നിടത്ത് നിന്നൊക്കെ പ്രതീക്ഷയിൽ കൂടുതൽ പണം കിട്ടി. ഏതായാലും ഞാൻ കോടതി വരെ ഒന്ന് പോയിട്ട് വരാം. വഴി വെട്ടുന്ന പ്രശ്നം രാമു വരുന്നവരെ നിർത്തിവെക്കാം. രാമു വരും. നമ്മൾ പ്രസിഡന്റിന്റെ പുരയിടത്ത് കൂടി വഴിയും വെട്ടും. ചേട്ടൻ നാളെ ജാമ്യത്തിലിറങ്ങും. നാളെ തന്നെ വഴിവിട്ട് നടക്കും. ചേട്ടനെ ഇതിലൊന്നും ഇടപെടരുതെന്ന് പറയണം.
വാസന്തി പറഞ്ഞാലേ ചേട്ടൻ കേൾക്കൂ. പൊതുവായ ഒരു ആവശ്യത്തിന് വേണ്ടി നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോ നിന്റെ ചേട്ടൻ മാത്രം ഒഴിഞ്ഞു നിൽക്കുന്നത് ഭീരുത്വമല്ലേ? രണ്ടു കൂട്ടരും കടുത്ത വാശിയിലാണ്. അച്ഛന്റെ ദ്രോഹബുദ്ധിയൊന്നും ഇനി വില പോവാൻ പോകുന്നില്ല. നാട്ടുകാർ മുഴുവൻ രാമുചേട്ടന്റെ കൂടെയുണ്ട്. ആകെക്കൂടി എനിക്ക് വല്ലാത്ത ഭീതി. ഒരു ഭീതിയും വേണ്ട. കഴിയുമെങ്കിൽ ഓരോ മൺവെട്ടിയുമായി നമുക്കും അവരോടൊത്ത് ഇറങ്ങാം. വാസന്തി, കുറെയൊക്കെ തന്റെ ഇടം കാണിക്കണ്ടേ ശാന്തി? രാമുചേട്ടന്റെ സഹോദരിയല്ലേ നീ? ആ വിപ്ലവ വീര്യം നീയും കാണിക്കട്ടെ. എന്റെ ചേട്ടനെ ഇനി പോലീസുകാർ കൊണ്ടുപോകുന്നത് കാണാൻ എനിക്കരുത്തില്ല. ശാന്തി, ഇനി രാമുചേട്ടനെ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകില്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ രാമുചേട്ടന്റെ കൂടെ പോകും. വാസന്തി, സമാധാനമായിരിക്കും. എല്ലാം മംഗളമായി നടക്കും. വരൂ, ദീപാരാധനയ്ക്ക് സമയമായി. നിർത്താനല്ലേ പറഞ്ഞത്? നീ ആരാടാ? ഏതവനാടാ അറിയണ്ട ആരാണെന്ന്? താൻ തന്നെ അറിഞ്ഞാ മതി. അമ്മാവൻ മാറണം. ഇയാളോട് ചോദിക്കാൻ ഞങ്ങൾ മതി. മിസ്റ്റർ, ഇത് എന്റെ പുരയിടമാണ്. അതുകൊണ്ടല്ലേ ആഞ്ചി വെട്ടുന്നത്. ഇനി ഒരടി മുന്നോട്ട് വെച്ചാലുണ്ടല്ലോ, കണ്ടവന് വേണ്ടി വാലാട്ടാൻ നടക്കാതെ വന്ന് മമ്മറ്റിയെടുത്ത് വെട്ടടാ. നാട്ടിനൊരു പൊതുവഴിയെങ്കിലും ഉണ്ടാവട്ടെ. ആഹാ, നമ്മുടെ രാമു, നമ്മുടെ രാമു, നമ്മുടെ രാമു, നമ്മുടെ രാമു, നമ്മുടെ രാമു. മോനെ, ജാമ്യം കിട്ടിയോടാ. പ്രസിഡന്റ് എതിർക്കാൻ വന്നിരിക്കും. ഇനി ആരാ എതിർക്കണം നോക്കട്ടെ. നിങ്ങൾ ഓർമ്മട്ടെ. അച്ഛൻ മാറി. ഇത്രയും ദൂരം ഞാനും കൂടെ വെക്കും. ഞാനിത് തീർത്തിട്ട് മാറും. ഒരു മമ്മട്ടിയിലാണ്.